എൻ്റെ കൂടെ മിടുക്കനായിട്ടുള്ള റിഹാൻ ഉണ്ട്. ഞങ്ങൾ കൊച്ചിയിൽ എക്സാം ബൈ ഫാമിലി മീറ്റിന് അജ്മൽ സാറിൻ്റെ കൂടെ വന്നായിരുന്നു. അപ്പോഴാണ് റിഹാനെ കാണുന്നത്. റിഹാൻ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. റിഹാൻ സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. ഞാനും റിഹാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സയൻസാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? പിന്നെ എന്താണ് എക്സാം ബൈ ലേണിംഗിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി? മെൻഡിക്കിസ് കളിക്കലുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് കളിച്ചൊരു മെൻഡിക്കിസ് ഏതായിരുന്നു? ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 14 നമ്മൾ നടത്തിയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേ ദിവസം ഏകദേശം 2500ഓളം കുട്ടികൾ പങ്കെടുത്ത വലിയൊരു ക്വിസായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ത്യയൊക്കെ ഇഷ്ടമാണ് അല്ലേ? സ്കൂളിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ കുറച്ചുകൂടെ എന്താണ് വ്യത്യാസം തോന്നിയിട്ടുള്ളത്? നല്ല ഉപകാരമുണ്ട്. സ്കൂളിൽ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ കുറച്ചുകൂടെ ട്രിക്സും ടിപ്സും ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് സ്കൂളിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണോ? ഓക്കെ. വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ സ്കൂളിലുള്ള? വേറെ ഫ്രണ്ട്സ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്യുന്ന ആരുമില്ല. അപ്പോൾ സ്കൂളിൽ പോയിട്ട് സ്റ്റാർ ആവലാണ് റിഹാൻ്റെ മെയിൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ആക്ച്വലി കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഉള്ള കോച്ചിങ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലുള്ള വീക്ക്ലി എക്സാംസ് ഒക്കെ നടത്തില്ല. അതൊക്കെ എഴുതാറുണ്ടോ? ടോപ്പേഴ്സ് ആവാറുണ്ടോ? ആദ്യത്തെ പ്രാവശ്യം ടോപ്പർ ആയിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ നമ്മുടെ മെൻറ്ററിനെ കുറിച്ച് എന്താ അഭിപ്രായമുള്ളത്? മെൻറ്റർ ആരായിരുന്നു? ജിഫി മാം. ഓക്കെ, ജിഫി മാമിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മൾ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജിഫി മാമിനെ പോലെ കുറേ മെൻറ്റേഴ്സ് നമ്മുടെ എക്സാം ബൈ ലേണിംഗിലുണ്ട്. അപ്പോൾ ഇതുപോലെ റിഹാനെ പോലെ നമുക്ക് 2500 കുട്ടികളുണ്ടല്ലോ. 2500 കുട്ടികളെയും ഇതുപോലെ ഡെയിലി കോൾ ചെയ്യാനും അവരുടെ പഠനം എന്തായി, അവർ ഹോംവർക്ക് ചെയ്തോ, അവർ ക്ലാസ്സിൽ കയറിയോ, ലൈവ് അറ്റൻഡ് ചെയ്തോ, മെൻറ്റി ക്വിസ് കളിച്ചോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ജിഫി മാമിനെ കുറിച്ച് എന്താ പറയുക? ജിഫി മാമി വീഡിയോ കാണുന്നുണ്ടാവും. ജിഫി മാമിനെ കുറിച്ചിട്ട് എന്താ പറയുക? ഒന്ന് പറഞ്ഞോളൂ. ജിഫി മാം എപ്പോഴും വിളിക്കലുണ്ട്. വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ബുദ്ധിമുട്ടിക്കാറല്ല, വല്ലതും മറന്നോണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കും. ഇങ്ങനെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നല്ലൊരു മോട്ടിവേറ്റർ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ജിഫി മാം മാത്രമല്ല, എല്ലാ മെൻറ്റേഴ്സ് ഇതുപോലെ നല്ല മോട്ടിവേറ്റേഴ്സ് ആണ്. എക്സാമിൻ്റെ തലേന്നൊക്കെ പേടിച്ചിരിക്കുകയാണെങ്കിൽ മെൻറ്റേഴ്സ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പറയും, എൻ്റെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട, എക്സാമിന് പോയി തകർക്കുന്നു. അങ്ങനെയാണോ? ശരിയാണോ പറയുന്നത്? ആണല്ലേ? ഓക്കെ. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ ഇനി 8, 9, 10 കഴിഞ്ഞാൽ എന്താണ് അടുത്ത പ്ലാൻ? എഞ്ചിനീയറിങ്ങോ ഡോക്ടർ ആവാനോ അതോ സിവിൽ സർവീസോ വേറെ എന്തോ ഒരു പ്ലാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ? സയൻസിൻ്റെ കൂടെ വേറൊരു പ്ലാൻ കൂടി പറഞ്ഞിരുന്നല്ലോ, ഇഷ്ടമുള്ളൊരു പരിപാടി? ഫുട്ബോൾ പ്ലെയർ. ഓക്കെ, ഫുട്ബോൾ കളിക്കലുണ്ടോ? ഓക്കെ. അപ്പോൾ പഠനം മാത്രമല്ല കളിക്കാനും റിഹാൻ ഉഷാറാണ് അല്ലേ? ഓക്കെ. അപ്പോൾ പഠനത്തിലും കളിയിലും ഒക്കെ റിഹാൻ ഉഷാറാവട്ടെ. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിനോട് ചോദിച്ചാൽ മതി, നമ്മുടെ ഫാക്കൽറ്റീസിനോട് ചോദിച്ചാൽ മതി. ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരാ? അതോട് ചോദിക്കട്ടെ. അസീം സാറാണ്. ഓക്കെ. അപ്പോൾ അസീം സാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് പറയോ? ഹായ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫാമിലി മീറ്റിലാണുള്ളത്. കുറച്ച് കഴിഞ്ഞ് വരാം. ബൈ.